അവിചാരിതമായി കഴിഞ്ഞ ദിവസം ഞാൻ നിഷാദിനെ കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നു. നമ്മളുടെ ഷീസ്കില്ലിൽ ഇപ്പം ചോക്ലേറ്റ് മേക്കിംഗ് ക്ലാസ് നടക്കുന്നുണ്ട്. അതിന്റെ കാര്യത്തിന് സാധാരണ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഷീസ്കില്ലിൽ നിങ്ങൾക്കറിയാം, സ്കിൽ ട്രെയിനിങ് ലേഡീസിന് വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. നിഷാദ് എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ കേട്ടറിഞ്ഞതിന് ശേഷം നമ്മളുടെ സ്കിൽ ട്രെയിനിങ് അവന് പ്രയോജനമാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ റെസിൻ ആർട്ടിനെ ജോയിൻ ചെയ്യിപ്പിച്ചിരുന്നു. അപ്പം ചോക്ലേറ്റ് മേക്കിങ്ങും അവന് കിട്ടിയാൽ നല്ലതാണെന്ന് കരുതിയിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് നമ്മളുടെ ഒരു ഗസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഷാദിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്താലോ എന്ന് കരുതിയത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവനടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, നിഷാദെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, നീ നമ്മളെ കൂട്ടത്തിലേക്ക് കുറച്ച് സമയം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ വരുമോ എന്നുള്ളത് ചോദിച്ചു. അവൻ വരാനും സമ്മതിച്ചു. ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത ഉടനെ നിഷാദ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇരിക്കാനൊക്കെ പ്രയാസമുണ്ട്. അപ്പൊ അവന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയുന്നില്ല, കാരണം അവനെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവനെ മുന്നത്തെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുള്ള വ്യക്തികൾ പോലും അവരുടെ സമയവും അവരുടെ അവശതകൾക്കിടയിൽ പോലും എന്തെങ്കിലും ചെയ്യണം, മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി, ആ ഒരു ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്നെക്കാൾ ഉപരി പിന്നെ സപ്ന മാമിന് ഈ വീഡിയോ ഓൺ ചെയ്യണ്ട, ഇങ്ങനെ ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് ഇവരോടൊപ്പം കൂട്ടിയതിന് സപ്ന മാമിന്റെ അഭിപ്രായം എന്താണ്, എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിച്ചിട്ട് നമുക്ക് നിഷാദിനെ ഇൻവൈറ്റ് ചെയ്യാം. അസ്സലാമു അലൈക്കും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എക്സ്പീരിയൻസ്, അതായത് ഇപ്പോ ഫീൽ ചെയ്യുന്ന ഒരാൾ ഇത്രയും പവർഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ, ഇത്രയും പവർഫുൾ ആയിട്ട് ജീവിക്കുന്നു, മറ്റുള്ളവർ ജീവിച്ച് കാണിക്കുന്നു, ആ ഒരു ഫീല് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ അത് വളരെയധികം ഉപകാരം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വേദിയിലേക്ക് നിഷാദ് സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു മാഡം. ഞാന് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. ആദ്യം പേപ്പർ പെയിന്റിനൊരു വർക്ക് ചെയ്തിരിക്കുന്നു. അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന് ഒരു 4,000-5,000 പെന്നോളം ഞാൻ വിറ്റതാ. അതിൻ്റെ മേലെ ഞാൻ വിറ്റതാ. ആ സമയത്ത് ആ കൊറോണ വന്ന് തലയിൽ വീണത്. അങ്ങനെ പിന്നെ അതേടെ മുടങ്ങിപ്പോയി. സ്കൂളുകളെല്ലാം പൂട്ടിയതിന് ശേഷം അതേടെ മുടങ്ങിപ്പോയി. പിന്നെ ഈ പെണ്ണിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പെണ്ണിൻ്റെ ഒരു പരസ്യം വെച്ചിട്ട് പോസ്റ്റ് ഇട്ടിരുന്നു. അത് കണ്ടിട്ടാണ് മാം എന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് മാമും ഞാനുമായിട്ടുള്ള പരിചയം. അപ്പം മാമിൻ്റെ കൂടെ കൂടി പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. റെസിൻ ആർട്ട് പഠിച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ട്, ചെയ്യണമെന്നുണ്ട്, ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ട് എനിക്ക്. പിന്നെ എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഞാൻ പറയണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, എന്നാൽ പറയാം. എനിക്ക് ജന്മനാലെ പ്രശ്നങ്ങളാണ്. അതിൻ്റെ കൂടെ പിന്നെ പ്രായം കൂടുന്തോറും അതിൻ്റെതായ പ്രശ്നങ്ങൾ അതും വരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ സഹായം ഇല്ലാണ്ടെല്ലാം പിടിച്ചെല്ലാം നടക്കും. പക്ഷെ പുറത്ത് എനിക്ക് പോകുമ്പോൾ ഒരാളെന്ന് പറഞ്ഞാൽ പോരാ, എൻ്റെ ഉമ്മ തന്നെ വേണം എനിക്ക് സപ്പോർട്ടിന്. ഇങ്ങനെ പുറത്ത് പോവും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട് പാറാല്, ഒരു ടെസ്റ്റ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവര് നല്ല സപ്പോർട്ടാണ് എനിക്ക്. അവരോട് കൂടിയിട്ട് ഞങ്ങളും കുറച്ച് ആൾക്കാർ ഇങ്ങനെ അച്ചാർ മേക്കിങ്ങും സോപ്പ് മേക്കിങ്, പിന്നെ ഇങ്ങനെ ഡ്രോയിങ്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെ കൂടി കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാൻ പറ്റിയാൽ അത് മറ്റുള്ളവർക്കും ചെയ്യുന്നവർക്കും എല്ലാം ഒരു ഉപകാരമായിരിക്കും. അതൊരു ഒരു വരുമാനം കിട്ടിയാൽ എനിക്ക് മുന്നോട്ടുള്ള ആവശ്യങ്ങൾ നടക്കും എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. ഈ വരുമാനം നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്നൊരു കാലത്ത് നമുക്കൊരു വരുമാനം വേണം എന്ന് തോന്നിയാൽ നമുക്ക് ഉപകാരപ്പെടുന്നൊരു സംഗതിയല്ലേ ഇങ്ങനെയുള്ള ജോലികൾ പഠിക്കുക എന്ന് പറയുന്നത്. ഒരറിവ് നേടിവെക്കാന്നുള്ളത് ഈ നടക്കാനോ ഇരിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൂടാതെ
ഒരു പഴുപ്പിന്റെ പ്രശ്നം കൊണ്ട് പോയിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? അത് എത്ര വീക്ക് കൂടുമ്പോ പോകുന്നത്? അത് ഇപ്പൊ അങ്ങനെ പഴുപ്പ് നീക്കാനായിട്ട് ഞാൻ പോക്കില്ല, ഞാൻ തന്നെ അത് ചെയ്യല്. നീ തന്നെ ചെയ്യാൻ തുടങ്ങിയ? അത് ഡോക്ടറിന്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നിട്ട് പിന്നെ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ചെയ്യും അത്. പിന്നെ പുറത്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ട് വരാനും പോകാനുള്ളത്. പിന്നെ അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഇനി കൊണ്ട് കഴിയുന്ന പോലെ ഇനി ചെയ്തോന്ന് പറഞ്ഞ് എൻ്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നു. അതുപോലെ യൂറിൻ്റെ പ്രശ്നം അങ്ങനെ തന്നെ എനിക്ക് കോഴിക്കോട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്കിത് മാസത്തിൽ ചെന്ന് മാറ്റണത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി അത് ഞാൻ കാണിച്ചു തരാം, ഇനി അതുപോലെ ചെയ്തു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതും ഞാൻ തന്നെ ചെയ്യൽ തുടങ്ങി. അപ്പോൾ അങ്ങനെ പോകുന്നു. ഇനിയിപ്പം ഭാവിയിൽ എന്തെല്ലാം ആയിത്തീരുക എന്നുള്ളത് പഠിച്ചോൻ്റെ കയ്യില്. അത് നമ്മളെ എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ് നിഷാദെ. നമ്മളെ നാളെ എന്താന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം എനിക്ക് നാളത്തെ ഇവരോട് കാര്യം ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഡോക്ടേഴ്സ് ചെയ്യുന്ന കാര്യം ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണം നീ വീട്ടിൽ തന്നെ ചെയ്യുന്നത്, നിനക്ക് ഒന്നാമത് ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞ് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ, ഇപ്പം ആൾക്കാർ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞാലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും നാട്ടുകാർ പോലും ഉള്ള കാലഘട്ടമാണ്. ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് പറ്റിയില്ലെങ്കിൽ നാട്ടുകാരെങ്കിലും കൊണ്ടുപോകാനും വരാനൊക്കെ അതിനൊക്കെ സംവിധാനം ഉണ്ട്. ഇപ്പൊ പിന്നെ പാലിയേറ്റീവ് അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിലും നീ അത് ചെയ്യാൻ തയ്യാറായത് നിന്റെ മനക്കരുത്തൊന്നുകൊണ്ട് തന്നെയാണ്. അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയാ, ഇങ്ങനെ ഒരു മനക്കരുത്തുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. എന്താ പറയാ, പടച്ചോൻ ദൈവം നമ്മളെ എല്ലാവരെയും പല രീതിയിൽ പരീക്ഷിക്കും. അത് നമുക്ക് ആർക്കും നാളെ എന്തെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം പിന്നെ നിഷാദിനെ ഞാൻ ഇവരുടെ അടുത്ത് വിളിച്ചത് ഇങ്ങനെ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള, ഞാൻ കേട്ടറിഞ്ഞ സ്ഥിതിയിൽ ഒരുപാട് ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഇന്നത്തെ ഈ സമയം അങ്ങ് മറന്നേക്കാം അല്ലേ? ആ ബുദ്ധിമുട്ടൊന്നും നമുക്ക് അറിയില്ല, അതെല്ലാം ശരിയാവുക. കാരണം നമ്മൾ ഇന്ന് വഴി നടക്കുമ്പോൾ നമുക്ക് നാളെ എന്ത് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതെല്ലാവർക്കും ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളെല്ലാം ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഒരു കുടുംബമായിട്ട്, നമ്മളിപ്പോ ഒരാളെയും മാറ്റി നിർത്താൻ, ഒരാളെയും ഒരു രീതിയിലും മാറ്റി നിർത്തേണ്ട കാലഘട്ടമല്ല. മനുഷ്യന്മാരെ എന്തായാലും മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്കില്ലിൽ ലേഡീസിനെ സ്കിൽ ട്രെയിനിങ് ഉള്ളൂ എങ്കിലും നിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തതിന്റെ കാരണം എനിക്കത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ആഡ് ചെയ്തത്. അപ്പം ഇതില് ലേഡീസ് ഓൺലി എന്നുള്ള രീതിയിൽ സ്കിൽ ട്രെയിനിങ് വെക്കുന്നതിന്റെ റീസൺ പിന്നെ അങ്ങനത്തെ ഉള്ള പരിശീലനം ആയതുകൊണ്ടാണ്, കേക്ക് ചോക്ലേറ്റ് അങ്ങനെ ഉള്ളതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എവിടെയോ ഒരു വിവേചനം മാറ്റി നിർത്തലൊന്നും ഇല്ലാതെ എല്ലാരും പരസ്പരം സ്നേഹിച്ച് നല്ല സന്തോഷമായിട്ട് ഇരുന്നിട്ട് മുന്നോട്ട് പോകണം. അതല്ലേ വേണ്ടത് അല്ലേ? അതല്ലേ നമ്മളെല്ലാം. അപ്പോ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ, എന്നെ ഒരു ക്യാമ്പിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂൾ ക്യാമ്പിന് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ തിരക്കിനിടയിൽ നിഷാദിനെ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യം വരുമ്പോൾ നിഷാദിനെ ഓർക്കാറുണ്ട്. പിന്നെ എന്തായാലും ഇവരൊക്കെ എന്താ പറയാ, മനസ്സുകൊണ്ട് നിഷാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിഷാദിന്റെ ധൈര്യത്തിനെ അഭിനന്ദിക്കുന്നുണ്ട്. നമുക്കതൊരു പ്രചോദനം കൂടിയല്ലേ. ആരാ സംസാരിക്കുമെന്ന് നിഷാദിന് വേണ്ടി ഇങ്ങനെ ഒരാൾ നമ്മളെ മുന്നിൽ വന്നിട്ട്, ആരാണ് ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു പ്രചോദനാവോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തി നമുക്കിടയിൽ വന്നപ്പം നിഷാദിനോട് എന്താ സംസാരിക്കാനുള്ളത്? ആരാണൊന്ന് സംസാരിക്കുക? പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ സംസാരിക്കണം. സപ്ന മാം ഓൾറെഡി നിഷാദിനെ അടുത്ത് ഇൻവൈറ്റ് ചെയ്തു, സംസാരിച്ചു. ഇനി ആരാണ് സംസാരിക്കുക? ബിനു. ബിനു പറയും. എനിക്ക് വേറൊന്നും പറയില്ല. നമുക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ നല്ലതുപോലെ ഇരിക്കണം, നമ്മൾ പോലും ഓരോന്നും ചെയ്യണില്ല. അതിന്റെ നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് തന്നെ നമ്മൾ മാം പറഞ്ഞു തന്നിട്ട് തന്നെ നമ്മൾ എല്ലാ വർക്കുകളും ചെയ്യാനുള്ള മനസ്സങ്ങോട്ട് കാണിക്കണമെന്നില്ല, എല്ലാം ചെയ്യണമില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് വീണ്ടും വീണ്ടും തോന്നുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഞാൻ നിഷാദിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിലൂടെ നിഷാദിനോടൊപ്പം ഒത്തിരി പേര് ഞങ്ങൾ ഉണ്ട് എന്നുള്ളത് അവനെ അറിയിക്കാനും, നിങ്ങൾക്ക് നിഷാദിന്റെ കാര്യം ഒരു പ്രചോദനമാവാനും, നമ്മളുടെ പ്രാർത്ഥന ഇവന്റെ നിഷാദിനോടൊപ്പം വേണമെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനാണ് വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ. വലൈക്കും അസ്സലാം. ഭയങ്കര സന്തോഷം തോന്നി. കാരണം
പടച്ചോൻ ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ട് നമുക്ക് അതിനെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരാള് അതൊന്നും വകവയ്ക്കാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത്രയ്ക്കും നല്ല മനക്കരുത്തും അതുപോലെ തന്നെ എന്താ പറയാ, ഒന്നും പറയാൻ വാക്കുകളില്ല അല്ലേ ശരിക്കും വാക്കുകളില്ല. പറഞ്ഞാൽ. ഭയങ്കര സന്തോഷം. നമുക്ക് ഇതിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ സാർ അവിടെ ഇരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട്. ഞാനത് ആദ്യം പറഞ്ഞു, നിഷാദ് നീ തൽക്കാലം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതിയെന്ന്. ഒരിക്കലും നിഷാദെ ഒരു കാര്യം പറയട്ടെ, നീ ഒരു പരിമിതിയുള്ള ആളും നമ്മൾ വലിയ കഴിവുള്ള ആളും ഒന്നുമല്ല. ആർക്കും എപ്പോഴും എന്തും സംഭവിക്കാം. നമ്മൾ വന്ന എന്ത് കാര്യമായാലും നമ്മളെ മുന്നിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്താ പറയാ മറികടക്കാൻ ശ്രമിക്കണം. ആ ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറില്ല. നിഷാദിന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടായിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് ആ രീതിയിൽ പോകാൻ പറ്റും. എനിക്ക് ഒരുപാട് തളർന്നു പോകുന്ന ആൾക്കാരാ ഇപ്പൊ അധികം ഉള്ളത്. അതെ 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 പെട്ടെന്ന് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ ഒരു തലവേദന വന്നാൽ പോലും മൊത്തം ആലോചിച്ച് ടെൻഷനായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ കൂട്ടുന്നു. അതെ. മാം, എല്ലാവരോടും നമസ്കാരം, അസ്സലാമു അലൈക്കും. വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്കിങ്ങനെ സംസാരിക്കാം. കാരണം ഇന്നലെ മാം നമുക്ക് നിഷാദ് ബ്രോനെ പരിചയപ്പെടുത്തിയത് അങ്ങനെ ആയിരുന്നു. എന്നുവെച്ചാൽ എല്ലാ ഉള്ള നമ്മള് എന്നെ ബേസ് ചെയ്തിട്ടാണെങ്കിലും നമ്മള് വെറുതെ വീട്ടിയിരിക്കുകയാണ്, ഒന്നും ചെയ്യണില്ല. എല്ലാത്തിനും നമുക്ക് സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അസുഖത്തിനെ കുറിച്ച് ഞാൻ പറയില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ ഫിനാൻഷ്യലി എല്ലാ പ്രോബ്ലം ഉണ്ടായിട്ടോ ആള് ഇത്രയും ആക്റ്റീവായിട്ട് അവിടെ ഇരിക്കണം എന്ന് വെച്ചാല് പഠിച്ച ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങളൊക്കെ എന്തിനാ ജീവിക്കണമെന്ന് ചോദിക്കും. ചിലപ്പോ നമ്മള് അങ്ങോട്ട് ചെന്നാ ചോദിക്കും, നീയൊക്കെ എന്ത് ചെയ്തെന്ന് ചോദിക്കും. പക്ഷെ ഇന്നലെ നിഷാദ് ബ്രോനെ കുറിച്ചിട്ട് മാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഫുൾ ആളെ കുറിച്ച് ഗൂഗിളില് ഒക്കെ സെർച്ച് ചെയ്ത് എന്താണ് എങ്ങനെയാണ് നമുക്കൊരു എക്സൈറ്റ്മെന്റ് കാരണം നേരിട്ട് കാണുന്ന പുറത്തൊരു ഫീൽ ആയിരുന്നു. ഇന്ന് ഇപ്പോ ഈ ഇതില് ആളുടെ വോയിസ് കേൾക്കുമ്പോ ഞാനിപ്പോ മക്കളുടെ അടുത്തായിരുന്നു. അപ്പൊ അവര് ചോദിക്കേണ്ടത് ആരും വെച്ചത് ഞാൻ പറഞ്ഞു, ഇന്നലെ മാം പറഞ്ഞില്ല ഒരാള് ആ ഇക്കയാണിത് എന്ന് പറഞ്ഞു. അവർ പറയേ, ഉമ്മച്ചിയെ ഞങ്ങളും പഠിച്ചിട്ട് ഇതേപോലെ ഓരോന്നും ഉണ്ടാക്കാൻ പഠിക്കും. അവർക്ക് ഒരു എക്സാമ്പിൾ ആണ്, ഞങ്ങൾക്ക് മാത്രല്ല ഞങ്ങളുടെ മക്കൾക്കും കൂടിയിട്ട് വലിയൊരു എക്സാമ്പിളാണ്. ഇപ്പോഴത്തെ മക്കളെ ഈ കാലഘട്ടത്തിലത്തെ മക്കളെന്ന് വെച്ചാൽ ചെറിയ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴത്തേനും കാണുന്നുണ്ടല്ലോ നമ്മള് എല്ലാ മീഡിയാസിലും കാണാം, സൂയിസൈഡ് അത് ചെയ്യാൻ ഇങ്ങനെ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരുമ്പോഴത്തേനും അതാണ് ചിന്തിക്കണത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മള് മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ളവരെയാണ്, വേറെ ഒന്നിനല്ല. നിങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണില്ല, ഒരു കാര്യം ചെയ്യില്ല. ഇപ്പൊ നമ്മളെ മക്കളാണെങ്കിലും ഒന്നും ചെയ്യില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നേരത്തിനും കാലത്തിനും ഫുഡ് കഴിക്കാൻ. ഞാൻ മക്കളോട് പറയും, എന്താണ് നിങ്ങൾ ചെയ്യണത്? ചെറുതാണെങ്കിലും ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്നലെ ഇത് കണ്ടതിന് ശേഷം ഇന്ന് എന്റെ മോള് കുറെ വട്ടം ഇരുന്ന് പറഞ്ഞു, അമ്മച്ചിയെ ഞാൻ എന്തായാലും വലുതാവുമ്പോ കുറെ ആൾക്കാരെ സഹായിക്കും, ഇങ്ങനെയുള്ള കുറെ ജോലികൾ ചെയ്യും, ക്രാഫ്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ ആൾക്കും നല്ല താല്പര്യമുണ്ട് മോൾക്ക്. അപ്പൊ ഇത് കണ്ടപ്പോ അവളും അതാണ് പറയണത്. അപ്പൊ ഇപ്പൊ ഇന്ന് ഈ വീഡിയോ കാണാൻ എന്റെ ഉമ്മയും കൂടി ഇരുന്നിരുന്നു. ഇപ്പൊ ഉമ്മ പോയി റൂമിൽ പോയി. അപ്പൊ ഉമ്മ തന്നെ പറഞ്ഞു, ഇങ്ങനെയുള്ളവരൊക്കെ അപ്പൊ ഈ ഇതിലുണ്ട്, ഇങ്ങനെയൊക്കെ വരുമോ, സംസാരിക്കുമോ? എന്നുവെച്ചാ നമ്മൾ സ്വഭാവമായിട്ട് സാധാരണ ഉള്ള ഗ്രൂപ്പുകളെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യണമല്ലോ. പക്ഷെ ഇതിൽ ഇങ്ങനെയൊക്കെ ക്ലാസ് കേൾക്കുമ്പോ അതും വലിയ അത്ഭുതമാണ് എല്ലാവർക്കും. അപ്പൊ എന്താ പറയാ, എക്സൈറ്റ്മെന്റ് കാരണം കുറെ പോയിന്റ്സ് ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, കുറെ വിട്ടുപോയി. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. വലിയൊരു എക്സാമ്പിൾ ആണ് നിഷാദ്. എന്താ ഇക്കാനാണോ ബ്രദറാണോ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്നൊന്നും അറിയില്ല. എന്നാലും നിഷാദ് ബ്രോക്ക് ഇനിയുള്ള കാലത്ത് ഇതിലും നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കുറച്ച് തോഫിക്കേട്ട ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിഷാദ് ബ്രോ ദ്വാരക്കും. ഓക്കെ നിഷാദ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ മക്കൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിവ് കുറവാണ്. അപ്പോ ഈ ഭിന്നശേഷിക്കാര് ചില പരിപാടികളുണ്ട് ഇപ്പൊ ആയിട്ട് പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. അപ്പോ കുട്ടികളെല്ലാം അങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചാൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്നുവെച്ചാൽ അവരും അറിയണം ഇങ്ങനെ ഒരു ലോകം ഉണ്ട് എന്നുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾ അധികം മൊബൈൽ ഫോണിലും പഠിത്തത്തിന്റെ കാര്യങ്ങളെല്ലാം ആയിട്ടാ ഓലെ ലോകം പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂട്ടി പോയിട്ട് അറിയിക്കണം, ഇങ്ങനെയും ആൾക്കാരുണ്ട്, ഇവര്
ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ കണ്ടു, ഒരു 2 വയസ്സുള്ള കുട്ടി ഫോണ് കൊടുക്കാത്തതിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിന്ന് ഇങ്ങനെയും ചില ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് കുട്ടികളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്.